മലയാളികൾക്ക് സ്വർണം എന്ന് പറഞ്ഞാൽ അത് വെറുമൊരു അലങ്കാരമല്ല, ഒരു വികാരമാണ്, വലിയൊരു സമ്പാദ്യമാണ്. എന്നാൽ നമ്മൾ വാങ്ങുന്ന സ്വർണ്ണാഭരണങ്ങളുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ത്യൻ സ്വർണ്ണ വിപണിയിൽ വലിയൊരു മാറ്റം വന്നിരിക്കുകയാണ്. ഹോൾമാർക്ക് ചെയ്ത സ്വർണ്ണാഭരണങ്ങളുടെ ഫോട്ടോയും അതിന്റെ കൃത്യമായ തൂക്കവും ഇനി മുതൽ BS കെയർ ആപ്പിൽ രേഖപ്പെടുത്തണം എന്ന പുതിയ നിയമം വരികയാണ്. ഇതെന്താണ് സംഭവം? ഇതുകൊണ്ട് സാധാരണക്കാരായ നമുക്ക് എന്താണ് ലാഭം? സ്വർണ്ണ വ്യാപാരികൾ ഇതിനെ അനുകൂലിക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ എന്താണ് ഈ 22 ക്യാരറ്റ്, 24 ക്യാരറ്റ്, 916 എന്നൊക്കെ പറയുന്നത്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ് സ്വർണത്തിന്റെ പരിശുദ്ധി നിശ്ചയിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ. എന്താണ് ഈ പുതിയ നിയമം എന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം തന്നെ പുതിയ നിയമത്തിലേക്ക് വരാം. നിലവിൽ നമ്മൾ സ്വർണം വാങ്ങുമ്പോൾ അതിൽ 6 അക്കങ്ങളുള്ള ഒരു HUID, അതായത് ഹോൾമാർക്ക് യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാകും. നമ്മൾ BIS കെയർ ആപ്പ് വഴി ഈ നമ്പർ ട്രാക്ക് ചെയ്താൽ ആ ആഭരണം ഏത് കടയിൽ നിന്നാണ് വാങ്ങിയത്, ഏത് സെന്ററിലാണ് ഹോൾമാർക്ക് ചെയ്തത്, അത് വളയാണോ മാലയാണോ, എത്ര പരിശുദ്ധിയുണ്ട് എന്നിവ അറിയാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ പുതിയ നിർദ്ദേശം അനുസരിച്ച് ഇനി മുതൽ ഹോൾമാർക്കിംഗ് സെന്ററുകൾ സ്വർണത്തിൽ മുദ്ര പതിപ്പിക്കുമ്പോൾ ആ ആഭരണത്തിന്റെ ഫോട്ടോയും അതിന്റെ കൃത്യമായ തൂക്കവും കൂടി സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യണം. 1 മില്ലിഗ്രാം വരെ കൃത്യതയുള്ള മൈക്രോ ബാലൻസ് മെഷീനുകൾ ഉപയോഗിച്ചായിരിക്കും തൂക്കം രേഖപ്പെടുത്തുക. രാജ്യത്തെ തിരഞ്ഞെടുത്ത 25 കേന്ദ്രങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് ഉടൻ ആരംഭിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ പുതിയ സംവിധാനം വരുന്നതോടെ ഓരോ ആഭരണത്തിലും പതിക്കുന്ന 6 അക്ക ആൽഫ ന്യൂമറിക് കോഡുകൾ മറ്റൊരു ആഭരണത്തിനായി വ്യാജമായി നിർമ്മിച്ച് ഉപയോഗിക്കുന്നത് പൂർണ്ണമായും തടയാനാകും. ജ്വല്ലറിക്കാരുടെ തട്ടിപ്പുകൾ എങ്ങനെ ഇല്ലാതാകും? വ്യാജ ഹോൾമാർക്കിംഗ് നടത്തി ഉപയോക്താക്കളെ പറ്റിക്കുന്ന ചില തട്ടിപ്പ് രീതികൾക്ക് ഈ പുതിയ നിയമത്തോടെ പൂർണ്ണമായും പൂട്ടുവീഴും. ഒരു യഥാർത്ഥ 916 ആഭരണത്തിന്റെ HUID നമ്പർ കോപ്പി ചെയ്ത് അതേ നമ്പർ സാധാരണ സ്വർണത്തിലോ വ്യാജ സ്വർണത്തിലോ പതിപ്പിക്കുന്ന തട്ടിപ്പ് നിലവിലുണ്ട്. എന്നാൽ പുതിയ സിസ്റ്റം വരുന്നതോടെ ഉപഭോക്താവ് മൊബൈൽ ആപ്പിൽ നോക്കുമ്പോൾ ആ നമ്പറിലുള്ള യഥാർത്ഥ ആഭരണത്തിന്റെ ഫോട്ടോയും ഡിസൈനും തെളിഞ്ഞു വരും. കയ്യിലിരിക്കുന്ന ആഭരണവും ആപ്പിലെ ഫോട്ടോയും മാച്ചായില്ലെങ്കിൽ തട്ടിപ്പ് അപ്പോൾ തന്നെ പിടിക്കപ്പെടും. ഇതിനു പുറമെ ആഭരണങ്ങളുടെ തൂക്കത്തിൽ ജ്വല്ലറികൾക്ക് ഇനി യാതൊരുവിധ കൃത്രിമത്വവും കാണിക്കാൻ സാധിക്കില്ല. ഹോൾമാർക്കിംഗ് സെന്ററിൽ നിന്നും ലൈവായി അപ്ലോഡ് ചെയ്ത മില്ലിഗ്രാം കൃത്യതയുള്ള തൂക്കം BIS ആപ്പിൽ ലഭ്യമായിരിക്കും. കടയിലെ വെയിങ് മെഷീനിൽ കാണിക്കുന്ന തൂക്കവും ആപ്പിലെ തൂക്കവും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഉപഭോക്താവിന് അത് ഉടൻ ചോദ്യം ചെയ്യാം. ചുരുക്കത്തിൽ ഓരോ ആഭരണത്തിനും വരുന്ന ഫോട്ടോയും തൂക്കവും ഡിജിറ്റൽ ലോക്കായി മാറുന്നതോടെ വ്യാജന്മാരെ പേടിക്കാതെ സ്വർണം വാങ്ങാം. സ്വർണ്ണ വ്യാപാരികൾ ഇതിനെ എതിർക്കുന്നത് എന്തുകൊണ്ട്? സാധാരണക്കാർക്ക് ഇത് വലിയൊരു സുരക്ഷ നൽകുമ്പോൾ സ്വർണ്ണ വ്യാപാരികൾക്കും ഹോൾമാർക്കിംഗ് സെന്റർ ഉടമകൾക്കും ഇത് വലിയൊരു പ്രായോഗിക ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു ദിവസം ഒരു സെന്ററിൽ 100 കണക്കിന് ആഭരണങ്ങളാണ് വരുന്നത്. ഓരോന്നിന്റെ ഫോട്ടോ എടുത്ത് മൈക്രോ ബാലൻസ് ചെയ്ത് സിസ്റ്റത്തിൽ കയറ്റണമെങ്കിൽ വലിയ സമയമെടുക്കും. 100 ആഭരണങ്ങളുമായി വരുന്ന ഒരാൾക്ക് അത് മുഴുവൻ അപ്ലോഡ് ചെയ്താലേ പുറത്തിറങ്ങാൻ കഴിയൂ. ഇത് ബിസിനസ്സിൽ വലിയ രീതിയിൽ വൈകാൻ കാരണമാകും. ഒരു ദിവസം പരമാവധി 250 മുതൽ 300 വരെ ആഭരണങ്ങൾ മാത്രമേ ഇങ്ങനെ ഫോട്ടോ എടുത്ത് ചെയ്യാൻ സാധിക്കൂ എന്നാണ് ഉടമകൾ പറയുന്നത്. ഇത് ഹോൾമാർക്കിംഗ് സെന്ററുകളെ വലിയ നഷ്ടത്തിലേക്ക് എത്തിക്കും. കൂടുതൽ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുന്നതിലൂടെ HUID സംവിധാനം വ്യാപാരികൾക്ക് വലിയൊരു ഭാരമായി മാറുമെന്നാണ് കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അബ്ദുൽ നാസർ വ്യക്തമാക്കുന്നത്. ഗോൾഡ് ലോൺ എടുക്കുമ്പോൾ ഉപയോക്താക്കൾക്കുള്ള ലാഭവും നമ്മൾ അറിഞ്ഞിരിക്കണം. അടിയന്തര ആവശ്യങ്ങൾക്കായി ബാങ്കുകളിലോ ധനകാര്യ സ്ഥാപനങ്ങളിലോ സ്വർണം പണയം വെക്കാൻ പോകുമ്പോൾ സാധാരണക്കാർ നേരിടുന്ന വലിയൊരു പ്രശ്നത്തിന് ഇതോടെ പരിഹാരമാകും. നിലവിൽ പണയം വെക്കാൻ ചെല്ലുമ്പോൾ സ്വർണത്തിന്റെ പരിശുദ്ധി അറിയാൻ ബാങ്കുകാർ ഇത് ഉരച്ചു നോക്കുകയോ ആസിഡ് ഒഴിച്ച് പരിശോധിക്കുകയോ ചെയ്യാറുണ്ട്. ഇത് ആഭരണങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ഭാരം കുറയാൻ കാരണമാവുകയും ചെയ്യും. എന്നാൽ പുതിയ സിസ്റ്റം വരുന്നതോടെ ബാങ്ക് ജീവനക്കാർക്ക് BIS കെയർ ആപ്പിൽ നോക്കി ഫോട്ടോയും തൂക്കവും പരിശുദ്ധിയും നിമിഷങ്ങൾക്കകം ഓൺലൈനായി ഉറപ്പിക്കാം. ഇത് കൂടാതെ സ്വർണത്തിന്റെ പരിശുദ്ധിയും തൂക്കത്തിലും 100% കൃത്യതയും സർക്കാർ ഡിജിറ്റൽ രേഖയും ഉള്ളതിനാൽ ബാങ്കുകൾക്ക് യാതൊരു സംശയവുമില്ലാതെ പരമാവധി ലോൺ തുക അനുവദിക്കാൻ സാധിക്കും. പണയം വെച്ച സ്വർണം പിന്നീട് നമ്മൾ പലിശ അടച്ച് തിരിച്ചു വാങ്ങുമ്പോൾ നമ്മൾ പണയം വെച്ച അതേ ആഭരണം തന്നെയാണ് തിരികെ ലഭിക്കുന്നത് എന്ന് 100% ഉറപ്പുവരുത്താനും ഉപഭോക്താവിന് ഈ ആപ്പ് വഴി സാധിക്കും. എന്താണ് ഈ 24, 22 ക്യാരറ്റ് ഒപ്പം 916 എന്ന് പരിശോധിക്കാം. ഇനി പലർക്കും സംശയമുള്ള മറ്റൊരു കാര്യത്തിലേക്ക് വരാം. എങ്ങനെയാണ് BIS സ്വർണത്തിന്റെ പരിശുദ്ധി നിശ്ചയിക്കുന്നത്? എന്താണ് ഈ 24 ക്യാരറ്റും 916ഉം എന്ന് നമുക്ക് നോക്കാം. 24 ക്യാരറ്റ് 99.9% തങ്കമാണത്. അതായത് ഏറ്റവും ശുദ്ധമായ സ്വർണം. ഇത് വളരെ മൃദുവാണ്. അതുകൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. ബിസ്ക്കറ്റ്, കോയിൻ രൂപത്തിലാണ് ഇത് ലഭിക്കുക.
22 ക്യാരറ്റിൽ 91.6% തങ്കവും പ്ലസ് 8.4% മറ്റു ലോഹങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത്. ഈ സ്വർണം ആഭരണങ്ങൾ നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത്. മറ്റു ലോഹങ്ങൾ ചേർക്കുന്നത് ആഭരണങ്ങൾക്ക് ഉറപ്പ് കിട്ടാനാണ്. അതായത് 100 ഗ്രാം സ്വർണത്തിൽ 99.6 ഗ്രാം ശുദ്ധമായ സ്വർണവും ബാക്കി മറ്റു ലോഹങ്ങളും അടങ്ങിയിരിക്കുന്നതിനെയാണ് നമ്മൾ 916 സ്വർണം അല്ലെങ്കിൽ 22 ക്യാരറ്റ് എന്ന് വിളിക്കുന്നത്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് രാജ്യത്തുടനീളമുള്ള അംഗീകൃത ലാബുകളിൽ അത്യാധുനിക പരിശോധനകൾ നടത്തിയാണ് സ്വർണത്തിന്റെ ഈ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നത്. അങ്ങനെ പരിശുദ്ധി ഉറപ്പാക്കിയ ശേഷമാണ് അതിൽ HUID മുദ്ര പതിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ പുതിയ നിയമം നടപ്പിലാക്കാൻ വ്യാപാരികൾ തുടക്കത്തിൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കുമെങ്കിലും ഉപഭോക്താക്കളായ സാധാരണക്കാർക്ക് ഇത് സ്വർണത്തിന്റെ സുരക്ഷിതത്വം ഇരട്ടിയാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി നിങ്ങൾ സ്വർണം വാങ്ങുമ്പോൾ തീർച്ചയായും BIS കെയർ ആപ്പ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് അതിന്റെ HUID നമ്പർ പരിശോധിച്ച് ഉറപ്പുവരുത്തണം.